എന്നും ഒരേപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് കുറച്ച് വെറൈറ്റി ഒക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെ വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് മെയിനായിട്ട് റവയും സേമിയയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം മതി ഇതൊന്ന് പ്രിപ്പയർ ആയി കിട്ടാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ സേമിയ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് സേമിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് അധികം വെള്ളം തന്നെ എടുക്കുക കേട്ടോ. കാരണം ഈ സേമിയ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളത്തിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ സേമിയക്കൊരു ഒട്ടൽ വരും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെള്ളം എടുക്കുകയെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിക്കുന്നതും സേമിയ പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സേമിയ നമുക്കറിയാമല്ലോ കുറച്ച് സമയം മതി വേവാനും. അപ്പോൾ സേമിയ ഇവിടെ കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ ഒരു ബൗളെടുക്കുക. എന്നിട്ട് അതിലേക്കൊരു 1/2 കപ്പ് റവ എടുക്കുക. അപ്പോൾ ഈ 1/2 കപ്പ് റവ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഞാൻ. ഈ 1/4 കപ്പ് തൈരിനെ ജസ്റ്റ് നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഈ എടുത്ത റവയിലേക്ക് ഈ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ തൈരും റവയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് മാറ്റി വെക്കാം. അത് റവയ്ക്കൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് തന്നെ മതിയാവും. അപ്പോൾ ഇത് അടച്ചിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്ത കേട്ടോ. നമ്മുടെ റവയൊക്കെ നല്ലൊരു സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ. ഇനി നമുക്കിതിലേക്കുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചില്ലേ നമ്മുടെ സേമിയ, ആ സേമിയയാണ്. അപ്പോൾ ഈ സേമിയ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇത് ഒരുപാടങ്ങ് സേമിയ വെന്ത് കുഴയാൻ നിൽക്കണ്ട കേട്ടോ. ഒരു മീഡിയം വേവായാലും മതി. അപ്പോൾ സേമിയ ഇട്ടെടുത്തു. ഇനി നമുക്കിതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറിയ ജീരകം ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ പച്ചമുളക് അരിഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ പച്ചമുളക് തീരെ എരിവില്ലാത്ത മുളക് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുളകിൻ്റെ എരിവിനനുസരിച്ച് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ എടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. പിന്നെ നമുക്ക് കുറച്ച് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. ഇനി അതേപോലെ തന്നെ വളരെ കുറച്ച് ക്യാരറ്റും. അപ്പോൾ ഇതിപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ ഒരു പകുതിയൊക്കെ ഉള്ളൂ. അതിന് ഞാൻ കുറച്ച് കട്ട് ചെയ്താണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതുവരെ ഇതിൽ ഉപ്പിട്ടിട്ടില്ല. സേമിയ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മുടെ കൈ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഈ ചേർത്ത അരിപ്പൊടിയും ഉപ്പൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു 1/4 കപ്പാട്ടോ. ഈ 1/4 കപ്പിൻ്റെ അതിലും കുറച്ച് കുറവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 കപ്പിൻ്റെ ഒരു 3/4 കപ്പ് വെള്ളം അത്രയും ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല തിക്കുമല്ല ഒരുപാട് ലൂസും അല്ലാത്തൊരു ബാറ്റർ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു സാധനം ചേർക്കാൻ മറന്നു. നമ്മുടെ മല്ലിയിലല്ലേ, അത് ഞാൻ ചേർക്കാൻ മറന്നതായിരുന്നു കേട്ടോ. അത് ശരിക്കും നമ്മൾ ആ സവാള ഇതൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ ചേർക്കേണ്ടതാണ്, ഞാൻ മറന്നതാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമ്മുടെ കയ്യിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കണം. അപ്പോൾ ഓയിൽ തടവി ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് എന്താണെന്ന് പറയുക, ഇത് സേമിയാണ് കേട്ടോ. അപ്പോൾ സേമിയ ഇത് വറക്കൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ കൊണ്ടുവരുന്ന സേമിയ അതേപോലെ കുറച്ച് എടുത്താണ് അതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് കുറച്ച് ഒരു വലിയ ഉരുള തന്നെ കയ്യിലെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാക്കുന്നതന്നേ ഉള്ളൂ. അപ്പോൾ റൗണ്ട് ഷേപ്പിലാക്കിയ ശേഷം നമുക്കിനി ഈ സേമിയ ഇതിന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നമ്മളിതിന് മുമ്പ് കിളിക്കൂടിൻ്റെ റെസിപ്പി ചെയ്തിരുന്നില്ലേ, ഒരു സ്നാക്ക്, അതിൽ നമ്മൾ ചെയ്യുന്നില്ലേ സേമിയയിൽ കോട്ട് ചെയ്തെടുക്കുന്നത്, അതേപോലെ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ കോട്ടായി കിട്ടും. വേറെ നമ്മളൊന്നിലും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് ചെറിയ നനവുണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ അതിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കുറച്ച് മാറുകയാണെങ്കിൽ ഒന്നുകൂടെ എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാത്തിനെയും നമുക്ക് ഇതേപോലെ സേമിയയിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് ഞാനിപ്പോൾ റെഡിയാക്കി വെച്ചതാട്ടോ ഈ പ്ലേറ്റിലുള്ളത്.
അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇടാം. എന്നിട്ട് നമ്മളിത് വെച്ച് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഷേപ്പ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു ഭാഗം കുക്കായി കഴിയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തിരിച്ചിടാം കേട്ടോ. അത് കുറച്ചൊന്ന് നമുക്ക് മറിച്ചിടാനൊക്കെ പറ്റുന്ന രീതിയിലായിരിക്കും, വല്ലാണ്ട് സോഫ്റ്റ് ഒന്നും ആവില്ല, പാകത്തിന് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാ എന്നിട്ട് രണ്ട് സൈഡും ഇതേപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇത്രയേ ഉള്ളൂ, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. എന്നാലും നമുക്കിപ്പോൾ ഇതൊരു 2 3 കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവും, കാരണം റവയും സേമിയയും ഒക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ ഗ്രീൻ ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.